കേരളത്തിൽ പെരുമഴ പെയ്തു തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഡാമുകളുടെ സുരക്ഷയെ ചൊല്ലി ആശങ്കകളേറുന്നു. ഇതിനോടകം തന്നെ ബാണാസുര ഡാമും മലമ്പുഴ ഡാമും തുറന്നു കഴിഞ്ഞിരിക്കുന്നു. നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കും മറ്റും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഓരോ മഴക്കാലത്തും കേരളത്തിൽ ഭീതി പടർത്തുന്ന മുല്ലപ്പെരിയാർ ഡാമും വാർത്തകളിൽ നിറയുന്നു. ഡാമിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളും മുൻധാരയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബാണാസുര മലമ്പുഴ ഡാമുകൾ തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കാനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമുകളോട് ചേർന്ന പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് വാൽപ്പാറയിലെ ഷോളയാർ ഡാമും ഇതിനോടകം തുറന്നു കഴിഞ്ഞു. ഡാം തുറക്കുന്നതിൻ്റെ ഭാഗമായി കാരമൻ തോടിൻ്റെ തീരത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തമിഴ്നാട് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ 28-ാം തീയതി ഡാം തുറക്കുമെന്നാണ് തമിഴ്നാട് ജലവിഭവ വകുപ്പ് അറിയിച്ചത്. 134.60 അടിയാണ് അവസാന റിപ്പോർട്ട് അനുസരിച്ച് ഡാമിലെ ജലനിരപ്പ്. ജൂൺ മാസത്തിലെ റോൾ കർവ് പ്രകാരം 136 അടിയാണ് പരമാവധി സംഭരണശേഷി. സെക്കൻഡിൽ 6100 ഘനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. 1860 ഘനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. 2022 ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത്. അതേസമയം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2368.06 അടിയായി ഉയർന്നിട്ടുണ്ട്. നിലവിൽ 111.24 മീറ്ററാണ് മലമ്പുഴ ഡാമിൻ്റെ ജലനിരപ്പ്. 115.06 മീറ്റർ വരെ ജലം സംഭരിക്കാൻ കഴിയും. കഞ്ഞീരപ്പുഴ, മംഗലം ഡാം, മീങ്കര ഡാം, ശിരുവാണി ഡാം എന്നിവയുടെ ഷട്ടറുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. K5 ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.